നമ്മളിപ്പോൾ ഉള്ളത് വർക്കല ശിവഗിരിയിലെ വൈദിക മഠത്തിലാണ്. ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം സമാധിയാകുന്നതുവരെ ഈ മഠത്തിലാണ് താമസിച്ചിരുന്നത്. നമ്മൾ ഈ കാണുന്ന കേരളീയ വാസ്തു സൗന്ദര്യം ഒത്തിണങ്ങിയ ഈ വീട്ടിലാണ് താമസിച്ചിരുന്നത്. സമാധിയാകുന്നതിന് തൊട്ട് മുമ്പ് വരെ അദ്ദേഹം ഇവിടെ തന്നെയാണ് താമസിച്ചിരുന്നത്. വൈദിക പരമ്പരകളെയൊക്കെ വാർത്തെടുക്കുന്നതിന് വേണ്ടി എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഗുരുദേവൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും കാലം ഇത്ര പിന്നിട്ടിട്ടും ഇവിടെ ഈ ശിവഗിരി മഠത്തിൽ ഇപ്പോഴും അതിനെ വളരെ മനോഹരമായി അതിൻ്റെ തനിമ ഒട്ടും ചോർന്നു പോകാതെ കാത്തു സൂക്ഷിച്ചിരിക്കുകയാണ്. ശിവഗിരിയിൽ ഗുരുദേവൻ സ്ഥിരമായി വിശ്രമിച്ചിരുന്ന മന്ദിരമാണ് വൈദിക മഠം. ശ്രീനാരായണീയർക്ക് സ്വന്തമായി വൈദിക പരമ്പരയെ വാർത്തെടുക്കുവാൻ സ്ഥാപിച്ചതാണ് ഈ വൈദിക മഠം. ശ്രീ ശങ്കരൻ പരദേശി എന്ന ഗുരുദേവ ശിഷ്യൻ ഇവിടെ ഇരുന്ന് വൈദികം പഠിപ്പിച്ചതിൻ്റെ ശിഷ്യ പ്രശിഷ്യ പരമ്പരയാണ് ഇന്ന് കേരളത്തിലും കർണാടകയിലുമുള്ള ശ്രീനാരായണ വൈദിക പരമ്പര. വിശ്വകവി രവീന്ദ്രനാഥ ടാഗോർ, CF ആൻഡ്രൂസ്, ആചാര്യ വിനോഭാവെ, സ്വാമി ശ്രദ്ധാനന്ദജി തുടങ്ങിയ മഹത്തുക്കൾ ഇവിടെ വെച്ചാണ് ഗുരുദേവനെ ദർശിച്ചത്. 1925 മാർച്ച് 12 ഗുരുദേവനെ സന്ദർശിച്ച മഹാത്മാഗാന്ധി അന്ന് ഇവിടെ എത്തി ഒരു രാത്രി ഇവിടെ വിശ്രമിക്കുകയുണ്ടായി. പിന്നീട് 1934 ജനുവരിയിലും 1937 ജനുവരിയിലും ഗാന്ധിജി ശിവഗിരി മഠം സന്ദർശിച്ചിട്ടുണ്ട്. 1928 സെപ്റ്റംബർ 20 വ്യാഴാഴ്ച പകൽ 3:33 ഗുരുദേവൻ മഹാസമാധി പ്രാപിച്ചത് ഇവിടെ വെച്ചാണ്. ഗുരുദേവൻ ഉപയോഗിച്ചിരുന്ന കട്ടിൽ, കസേര, ഊന്നുവടി എന്നിവ വളരെ പവിത്രമായി ഇതിനുള്ളിൽ സംരക്ഷിച്ചിരിക്കുന്നു. വൈദിക മഠത്തിലെ ഗുരുദേവ ചിത്രവും കെടാവിളക്കും ഭക്തജനങ്ങൾക്ക് എന്നും ഗുരുസാന്നിധ്യത്തിൻ്റെ നിറവാർന്ന ധ്യാന അനുഭവമാണ് പകരുന്നത്. ശാന്തിയുടെയും ധ്യാനത്തിൻ്റെയും നിറകുടീരമാണിവിടം. നമ്മുടെ കേരളത്തിൻ്റെ വാസ്തുവിദ്യ നമ്മുടെ കേരളത്തിന് മാത്രം സ്വന്തമായിട്ട് നമുക്ക് കുറച്ചൊരു അഹങ്കാരത്തോടെ പറയാവുന്ന ഒന്നാണ് നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന ഇത്തരത്തിലുള്ള വാസ്തുവിദ്യയിൽ നിർമ്മിച്ച കെട്ടിടങ്ങൾ. അപ്പോൾ അവയൊക്കെ അതിൻ്റെ പാരമ്പര്യത്തിൻ്റെ തനിമയോടുകൂടി സംരക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു മഹാപുരുഷൻ അദ്ദേഹത്തിൻ്റെ കൂടുതൽ സമയം ചെലവിട്ട ഒരു ഇടം കൂടിയാണ് ഈ മഠം. അപ്പം തീർച്ചയായിട്ടും ഇവിടെ ശിവഗിരിയിൽ എത്തുന്നവർക്ക് ഈ മഠം ഒരു വലിയ അനുഭവം തന്നെയായിരിക്കും.